പിണറായി വിജയനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണ് RSP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ നടത്തിയത്. UDF-ൽ നിന്നാൽ പാർട്ടി പുലർത്തുമെന്ന പിണറായിയുടെ വെല്ലുവിളി സ്വീകരിക്കുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു. RSP 3-4 പേരുടെ കറക്ക് കമ്പനിയാണെങ്കിൽ CPM പിണറായി വിജയന്റെ കോർപ്പറേറ്റ് കമ്പനിയാണ്. VS-നെയും കൊടിയേരിയും ഒതുക്കി പിണറായി സ്വയം മുഖ്യമന്ത്രിയായി അവരോധിതനായി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ CPM-ന് അക്കൗണ്ട് ഉണ്ടാകില്ലെന്നും നേതാക്കൾ പറഞ്ഞു. പിണറായി വിജയന്റെ വെല്ലുവിളി RSP ഏറ്റെടുക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. CPM-ന്റെ സംഘടനാ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത രൂപത്തിലാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ RSP പ്രവർത്തകരുടെയും പ്രാദേശിക നേതാക്കളുടെയും വീടുകളിൽ പോയി പ്രലോഭനങ്ങൾ നൽകി, പ്രീണനങ്ങൾ നൽകി RSPയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കമാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. RSPയിൽ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. RSP വിട്ട പ്രാദേശിക നേതാക്കളെ സ്വീകരിക്കുവാൻ പിണറായി വിജയൻ കൊല്ലത്ത് നേരിട്ടെത്തിയതിനെ നേതാക്കൾ കണക്കറ്റ് പരിഹസിക്കുകയും ചെയ്തു. അതേസമയം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA ആദ്യം അറിയിച്ചെങ്കിലും പിന്നീട് നിലപാട് മാറ്റി. സംസ്ഥാന സെക്രട്ടറി ഫോണിൽ വിളിച്ചെങ്കിലും കോവൂർ ഫോൺ എടുത്തില്ലെന്നാണ് വിവരം. മീഡിയ 1 കൊല്ലം.